തണ്ണിമത്തൻ ഇഷ്ടപ്പെടാത്തവർ കുറവാണല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഈ ചൂട് സീസണിൽ ക്ഷീണം പെട്ടെന്ന് മാറുന്നതിനും ദാഹം മാറുന്നതിനും നിർജ്ജലീകരണം മാറുന്നതിനും നമുക്ക് ചിലവ് കുറഞ്ഞ ഇപ്പോഴത്തെ സീസണിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു പഴവർഗ്ഗമാണ് തണ്ണിമത്തൻ. എന്നാൽ പലർക്കുമുള്ളൊരു ഭയമാണ് ഈ തണ്ണിമത്തൻ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരുവും കൂടി വിഴുങ്ങിപ്പോകാറുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെല്ലാം തന്നെ തണ്ണിമത്തൻ്റെ കുരു ഉൾപ്പെടെ കഴിക്കാറുണ്ട്. ഈ കുരു കഴിച്ചു കഴിഞ്ഞാൽ ഇത് വയറിന് ഒരു പ്രോബ്ലം ചെയ്യുമോ, വയറിനകത്ത് വെച്ച് ഈ കുരു വല്ലതും മുളച്ച് വിത്തായിട്ട് ചെടിയായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ട്. യഥാർത്ഥത്തിൽ തണ്ണിമത്തൻ്റെ കുരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാരണം തണ്ണിമത്തൻ്റെ കുരുവിനകത്ത് അയൺ, ഫോളേറ്റ്സ്, നിയാസിൻ പോലുള്ളവ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഈ തണ്ണിമത്തൻ്റെ കുരു വറുത്ത് പൊടിച്ച് നമുക്ക് നട്ട്സ് പോലെ ആൾക്കാർ കഴിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലം ഇല്ല, സേഫായിട്ട് കഴിക്കാം. ചിലർക്ക് തണ്ണിമത്തൻ്റെ കുരു കഴിക്കുമ്പോൾ വയറിനകത്ത് ഇറിറ്റേഷനോ കോൺസ്റ്റിപ്പേഷനോ വരാം. അത് ചിലരുടെ ശരീരത്തിൻ്റെ അലർജി മാത്രമാണ്, അതല്ലാതെ യാതൊരു പ്രോബ്ലവും ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തണ്ണിമത്തൻ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവും കഴിക്കാൻ പ്രശ്നമില്ല.